കോൺട്രാക്ട് മാരേജ് ഭാഗം 76 റൈറ്റൻ ബൈ റോസ്. ചൂട് ചായ ഊതിക്കുടിച്ചുകൊണ്ട് സ്ലാബിൽ ചാരി നിൽക്കുന്നവളുടെ ചുണ്ടിൽ ചെറിയൊരു ചിരിയുണ്ട്. തലേന്ന് രാത്രിയിൽ വെളുക്കുന്നവരെ തൻ്റെ പ്രിയപ്പെട്ടവനുമായി ചിലവഴിച്ച നിമിഷങ്ങളായിരുന്നു അവളുടെ മനസ്സ് നിറയെ. എല്ലാം മനസ്സിലേക്ക് വരും തോറും അവളുടെ ദേഹം ഒന്ന് കുളിർന്നു. ചില ഓർമ്മകൾ അങ്ങനെയാണല്ലോ, ഓർക്കും തോറും അവയ്ക്ക് മധുരം കൂടും. മോളെ, വിളി കേട്ട് നോക്കിയതും ശിവൻ്റെ അച്ഛനാണ്. ആ അച്ഛാ, അമ്മ എവിടെ? അയാളെ കണ്ടപ്പോഴേ അവൾ ചോദിച്ചത് അതാണ്. അവൾ ഉറങ്ങുവാ മോളെ. ഇന്നലെ എല്ലാവരും കൂടിയിരുന്ന് മിണ്ടിപ്പറഞ്ഞ് കിടന്നപ്പോൾ നേരം പുലർച്ചെയായിരുന്നു. ഒരുപാട് കാലം കൂടി കണ്ടതല്ലേ എല്ലാവരെയും, സമയം പോയത് പോലും അറിഞ്ഞില്ല. എല്ലാവരും രാവിലെ പോയോ? ആരുടെയും അനക്കമൊന്നും കേട്ടില്ല. അവരൊക്കെ രാവിലെ പോയി. കാപ്പ് കുടിച്ചിട്ടാ എല്ലാവരും പോയത്. മോളെ എന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ ആരും യാത്രയൊന്നും പറയാൻ നിൽക്കാഞ്ഞത്. കല്യാണിയും ഇന്ന് ലീവാണ്. ഇന്നലെ ഓടി നടന്ന് അവളും മടുത്തു പോയിരുന്നു. ഇന്നത്തെ ഭക്ഷണമെല്ലാം അതുകൊണ്ട് പുറത്തു നിന്ന് വരുത്തി. എല്ലാവരും റെസ്റ്റ് എടുക്കട്ടെ അല്ലേ മോളെ? അവളൊന്ന് ചിരിച്ചു. ശിവൻ എഴുന്നേറ്റോ? അവനെയും വിളിച്ച് എന്തെങ്കിലും എടുത്ത് കഴിക്കുക കേട്ടോ. ഞാനൊന്ന് പുറത്തേക്ക് വരെ പോയിട്ട് വരാം. ഇന്നലത്തെ കുറച്ച് കാര്യങ്ങൾ ബാക്കി കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് തീർക്കണം. അച്ഛൻ കഴിച്ചോ? അതൊക്കെ കഴിച്ചു മോളെ. ഞാൻ എന്നാൽ ചെല്ലട്ടെ. അച്ഛൻ പോയതും ചായ കുടിച്ച ഗ്ലാസ് കഴുകി വെച്ചിട്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയി. അച്ഛമ്മയും കിടക്കുവാണെന്ന് തോന്നുന്നു. ഇന്നലെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഇരിക്കുന്നത് കണ്ടതാണ്. ഒരുപാട് കാലം കൂടിയല്ലേ എല്ലാവരും കൂടി. അവർക്കൊക്കെ ഒരു ദിവസം കൂടി നിന്നിട്ട് പോയാലെന്താ? വലിയ വലിയ ആളുകളല്ലേ, ഒന്നിനും സമയമുണ്ടാവില്ല. ഒരു ദിവസം തന്നെ മാറി നിൽക്കുന്നത് തന്നെ പാടായിരിക്കും അവർക്കൊക്കെ. കല്യാണത്തിന് 2 ദിവസം മുന്നേ ബന്ധുക്കളൊക്കെ വന്നിരുന്നു. താൻ ഇവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് ആരെയും അങ്ങനെ കാണാഞ്ഞതാണല്ലോ. ഇത്രയും ദിവസമൊന്നും മാറി നിൽക്കാൻ പറ്റില്ലല്ലോ ആർക്കും. ഭദ്ര മുകളിലെ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ലൊരു മണം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഇന്നലെ മുതൽ ഈ റൂമിലൊന്നാകെ അങ്ങനെ ഒരു മണമാണ്. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഓരോന്ന് ഇങ്ങനെ മനസ്സിലേക്ക് വരുവാണ്. എന്നും ഈ മുറിയും കുറച്ചു മുന്നേ വരെ കടന്നുപോയ നിമിഷങ്ങളും മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവൻ്റെ അടുത്തേക്ക് അവൾ പതിയെ ചെന്നിരുന്നു, അവനെ ഉണർത്താതെ. ഒന്നും അറിയാതെ ക്ഷീണത്തിൽ തളർന്നു മയങ്ങുന്നവനെ തന്നെ നോക്കി അവൻ്റെ ദേഹത്തേക്ക് മെല്ലെ ചാരിക്കിടന്നു. ശിവേട്ട. അവൾ പതിയെ അവൻ്റെ കാതിനരികിലേക്ക് ചുണ്ടു കടുപ്പിച്ചു വിളിച്ചതും അവനൊന്ന് കുറുകിക്കൊണ്ട് നേരെ കിടന്നതും ഭദ്ര അവൻ്റെ നെഞ്ചിലേക്ക് കിടന്നു. അവളുടെ സ്വാമപ്യം അറിഞ്ഞതും ശിവൻ അവളെ വരിഞ്ഞു മുറുക്കി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എവിടെ പോയതാ പെണ്ണെ, എന്നെ വിളിക്കാതെ? ഞാൻ താഴെ വരെ പോയി. നോക്കുമ്പോൾ ശിവേട്ടൻ നല്ല ഉറക്കമായിരുന്നു, അതാ വിളിക്കാഞ്ഞത്. നേരം ഉച്ചയായി. നമ്മളെ ഇതുവരെ താഴേക്ക് കാണാതിരുന്നാൽ മോശമല്ലേ? അതാ ഞാൻ പെട്ടെന്ന്. എന്തു മോശം? ഇന്നിപ്പം നിന്നെ ആരും അവിടെ തിരക്കില്ല, അവർക്കറിയാം. ശിവൻ എന്തോ പറയാൻ വന്നതും അവൾ എൻ്റെ വാ പൊത്തി. മിണ്ടരുത്, എനിക്കറിയാം എന്താ പറയാൻ പോകുന്നതെന്ന്. ഇന്നലത്തെ ക്ഷീണം ആദ്യമൊന്ന് മാറട്ടെ, എന്നിട്ട് മതി. എന്തു മതിയെന്ന് ശിവൻ പെട്ടെന്ന് അവളെ അടിയിലാക്കി അവളുടെ മുകളിലേക്ക് കിടന്നുകൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. ഒറ്റ രാത്രി കൊണ്ട് അവൾക്ക് എന്തൊക്കെയോ മാറ്റം വന്നതുപോലെ. ഇന്നലെ വരെ തനിക്ക് മുന്നിൽ നിന്ന ഭദ്രയല്ല ഇന്ന് തൻ്റെ അടുത്ത് കിടക്കുന്നത്. മുഖമൊക്കെ ചുമന്ന് ഇന്നലെ തൊട്ട് കൊടുത്തു സിന്ദൂരം മാഞ്ഞു കിടപ്പുണ്ട്. കണ്ണിലെ കൺമഷി ഇളകി അവിടെ ആകെ പരന്നിട്ടുണ്ട്. ഇപ്പോൾ അവളെ കണ്ടാൽ ഒരു പ്രത്യേക സൗന്ദര്യം അവളുടെ മുഖത്തുള്ളതുപോലെ. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊരു മാറ്റം കുറച്ച് ദിവസം ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. ഭദ്രയുടെ കാര്യത്തിൽ അത് സത്യമാണെന്ന് മനസ്സിലായി. എൻ്റെ പെണ്ണിനെ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് തോന്നുക. അവളിൽ നിന്ന് കണ്ണു പറിച്ചു മാറ്റാൻ അവന് തോന്നിയില്ല. അവളുടെ കണ്ണുകളും അവനിൽ തന്നെ ശ്രദ്ധ പതിപ്പിച്ച് കിടക്കുവാണ്. ഒറ്റ രാത്രി കൊണ്ട് അവൾ തൻ്റെ ജീവനും ജീവിതവുമായി പൂർണ്ണമായും ഇഴകിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ശിവേട്ടന് കഴിക്കാനൊന്നും വേണ്ടേ? എൻ്റെ വിശപ്പൊക്കെ ഇന്നലെ ഒരു രാത്രി കൊണ്ട് തീർന്നു. ഇനിയിപ്പോൾ അയ്യടാ. ഭദ്ര അവനെ പെട്ടെന്ന് തള്ളി മാറ്റി. എന്തെങ്കിലും കുസൃതി ഒപ്പിക്കാനാണെങ്കിൽ നടപ്പില്ല മോനെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. എണീറ്റ് വന്ന് കുളിച്ച്. ശിവേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി ഞാൻ ചായ കുടിച്ചിട്ട് കയറി വന്നതാ. ഭദ്ര അവനിൽ നിന്ന് കുറച്ച് മാറി നിന്ന് പറഞ്ഞതും എടി പെണ്ണെ, ഞാനൊന്നും ചെയ്യില്ല, നീ ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും ഭദ്ര കൃത്യമായി അവൻ്റെ മടിയിലേക്ക് വന്ന് വീണു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ അമർന്നതും ഭദ്ര അവനെ തിരികെ ഇറകിപ്പുണർന്നു. ഒരു നിമിഷം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഭദ്രയും അവൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞു പോയിരുന്നു. ആദ്യമൊക്കെ എതിർത്തു നിന്നവളുടെ എതിർപ്പുകളെപ്പോലും അവൻ സ്നേഹത്തോടെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. മറ്റൊരു സംഗമത്തിന് അവരിരുവരും പൂർണ്ണ മനസ്സോടെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ പ്രണയത്തിന് മുന്നിൽ അവൾ എല്ലാ അർത്ഥത്തിലും അലിഞ്ഞു പോയിരുന്നു. അങ്ങനെ വേണം പറയാൻ.
വിട്ടേ ശിവേട്ട, ഞാൻ പോട്ടെ. അവളെ വിടാൻ മടി കാണിച്ച് ബെഡിൽ കിടക്കുന്നവനെ നോക്കി കെഞ്ചി പറഞ്ഞതും ശിവൻ വിഷമത്തോടെയാണെങ്കിലും അവളിലെ പിടിവിട്ടു. ഞാനും വരട്ടെ? വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് കുളിക്കുന്നതാ ഇഷ്ടം. ഇല്ല, ഞാനും. അവൻ പറഞ്ഞത് കഴിയും മുന്നേ ഭദ്ര ചാടി ബാത്റൂമിലേക്ക് കയറി. പിന്നാലെ ശിവൻ ചെന്നെങ്കിലും ഭദ്ര വാതിലടച്ചു കഴിഞ്ഞിരുന്നു. പ്ലീസ് ഭദ്രേ, ഞാനും കൂടി. ഇല്ല, മോൻ പോയേ. എനിക്ക് സമാധാനത്തിൽ കുളിക്കണം. ബാത്റൂമിലെങ്കിലും ഇന്ന് എനിക്കിച്ചിരി സമാധാനം വേണ്ടേ? അതിനെന്താ, നീ കുളിച്ചോ, ഞാനൊന്നും ചെയ്യില്ല നിന്നെ. അതൊക്കെ എനിക്കറിയാലോ. കുറച്ച് മുന്നേ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞല്ലേ എന്നെ പിടിച്ച് മടിയിലെത്തിയത്. എന്നിട്ടോ? എടി, അത് പിന്നെ നീയും കൂടി. അതെ, എനിക്ക് എന്നെപ്പോലും വിശ്വാസമില്ല. അപ്പോഴല്ലേ ശിവേട്ടനെ. അതുകൊണ്ട് അവിടെ വെളിയിൽ തന്നെ നിന്നു. ഇപ്പോൾ എന്തായാലും മോനെ ഞാൻ ഇതിനകത്ത് കയറ്റില്ല. പിന്നെ എപ്പോഴെങ്കിലും ആകട്ടെ കേട്ടോ. നിനക്ക് ഞാൻ ഇതിന് വെച്ചിട്ടുണ്ട്. ഇറങ്ങി വരുമല്ലോ നീ. അപ്പോൾ അതിനെല്ലാം ചേർത്ത് പലിശ സഹിതം തരുന്നുണ്ട് ഞാൻ. എല്ലാം കൂടി ചേർത്ത് അപ്പോൾ ഞാൻ തന്നോളാം. ആ പറഞ്ഞത് അവൻ നടത്തുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഭദ്ര പിന്നെ ഒന്നും മിണ്ടിയില്ല. അവനൊരു ചിരിയോടെ തിരികെ ബെഡിലേക്ക് വന്ന് കിടന്നു. അടുത്ത് കിടക്കുന്ന തലയണ പതിയെ കയ്യിലെടുത്ത് തലയണയിൽ മുഖം അമർത്തി അങ്ങനെ കിടന്നതും അവൻ്റെ മുന്നിൽ ഭദ്ര മാത്രമായിരുന്നു. അവളുമൊത്തുള്ള കഴിഞ്ഞ രാത്രിയിലെ ഏറ്റവും സുന്ദരമായ ആദ്യ രാത്രിയുടെ ഓർമ്മകളായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. അതവനെ പുളകം കൊള്ളിച്ചു. ഓർക്കും തോറും അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ലഹരി പോലെ. വീണ്ടും വീണ്ടും അവളെ അറിയാൻ അവൻ്റെ മനസ്സ് കൊതിച്ചു. ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ ഇന്നെൻ്റെ ജീവനും ജീവിതവുമായി മാറിയിരിക്കുന്നു. ആരോ എഴുതി വെച്ചതുപോലെ എല്ലാം നടന്നിരിക്കുന്നു. എൻ്റെ ജീവിതം ഇതുവരെ ഞാൻ കണക്ക് കൂട്ടിയതുപോലെയായിരുന്നു നീങ്ങിയത്. പക്ഷേ ഭദ്രയുടെ കാര്യത്തിൽ, അവളുടെ കാര്യത്തിൽ മാത്രം മാറ്റം വന്നിരുന്നു. ആ മാറ്റം, അതിനെയാണ് ഞാൻ ഇന്നേറെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കിയതിനേക്കാൾ എത്രയോ മനോഹരമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ വരച്ചു ചേർത്തത്. ഭദ്ര അവളൊരു നിധിയാണ്, മറ്റൊന്നിനും പകരം വയ്ക്കാൻ കഴിയാത്ത നിധി. ഇന്ന് അവൾക്ക് ചുറ്റുമാണ് ശിവൻ്റെ ലോകം തന്നെ. അവളുടെ സന്തോഷം, ചിരി, അതെല്ലാം ഇങ്ങനെ അടുത്തു നിന്ന് കാണുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരാനന്ദം, അതിനേക്കാൾ എന്നെ മത്തുപിടിപ്പിക്കുന്ന ഒരു ലഹരിയുമില്ല. ഭദ്ര, ആ പേര് പോലും എനിക്കുള്ളിൽ തീർക്കുന്ന മായാജാലം ഈ ലോകത്ത് മറ്റൊന്നിനും പകരം വയ്ക്കാൻ കഴിയില്ല. ശിവന് ഭദ്ര എന്നാൽ അത്രയ്ക്ക് ഭ്രാന്തായിരുന്നു. അവളിൽ അടിമപ്പെട്ടു പോയിരുന്നു അവൻ പൂർണ്ണമായി. ഓരോ നിമിഷവും അവളെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ച് അവളിലേക്ക് അവൻ പൂർണ്ണമായും ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നവളെയും കാത്ത് ബെഡിൽ കിടക്കുവാണ് ശിവൻ. ബാത്റൂം ഡോർ തുറന്ന് ഇറങ്ങി വന്നതും കാണുന്നത് തലയണയും കെട്ടിപ്പിടിച്ച് താൻ വരുന്നത് നോക്കി കിടക്കുന്ന ആളെയാണ്. ശിവൻ്റെ നോട്ടം അവളിലേക്ക് തന്നെയാണ്. അവനെ മൈൻഡ് ചെയ്യാതെ നനഞ്ഞ മുടിയിഴകളെ മെല്ലെ കോതിയിടുവാണ്. അവളുടെ മുഖത്തും ശരീരത്തുമൊക്കെ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അവളെ മൊത്തത്തിൽ വാരിപ്പുണർന്ന് ഇറുകി പിടിക്കാൻ തോന്നുന്നവന്. കുളിച്ച് ഈറനോടെ നിൽക്കുന്നവളുടെ അടുത്തേക്ക് ശിവൻ ബെഡിൽ നിന്നിറങ്ങി പതിയെ നടന്നെടുത്തു. ഭദ്രയ്ക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുന്നേ ശിവൻ അവളെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ നനഞ്ഞ മുടിയിഴകളിൽ മുഖം പൊഴുത്തി അങ്ങനെ നിന്നു. ശിവൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ ഭദ്ര വിറച്ചുപോയി. ശിവട്ട, താഴേക്ക് പോകണ്ടേ? പോകാം, കുറച്ച് കഴിയട്ടെ. അവൻ്റെ മുഖം അവളുടെ കഴുത്തിന് പുറകിലൂടെ പതിയെ ഒരുമിക്കൊണ്ടിരുന്നു. ഭദ്രയുടെ കൈകൾ ചുമരിൽ അമർന്നു. മുടിയിഴകൾ മുഴുവനായി മുന്നിലേക്കിട്ടുകൊണ്ട് ശിവൻ്റെ ചുണ്ടുകൾ അവളുടെ പുറം മേനിയിൽ അമർന്നു. ടോപ്പ് അല്പം താഴ്ത്തി അവനവിടെ ഉമ്മ വെച്ചതും ഭദ്ര പിടച്ചിലോടെ പെട്ടെന്ന് തിരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. അവളുടെ ശ്വാസമെടുപ്പ് കുറച്ചുയർന്നിരുന്നു. കുറച്ചു നേരം ഒന്നും മിണ്ടാതെ രണ്ടാളും നിന്നു. അവളെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം അവനിൽ നിറയുന്നുണ്ട്. ശിവേട്ടൻ പോയി കുളിച്ചിട്ട് വാ, അവൻ നിന്ന് അടർന്നു മാറിക്കൊണ്ട് പറഞ്ഞതും ശിവൻ മെല്ലെ അവളെ നോക്കി ചിരിച്ചു. ഒരു മിനിറ്റ്, ഇപ്പം പോകാം, അവൻ പറഞ്ഞിട്ട് അലമാര തുറന്ന് അതിൽ നിന്നൊരു ചെറിയ ബോക്സ് എടുത്തു. അവനെന്താ ചെയ്യുന്നതെന്ന് ഭദ്ര ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. ഒരു കുങ്കുമച്ചെപ്പ് ആയിരുന്നു അവൻ എടുത്തത്. അത് കണ്ടതും അവളുടെ കണ്ണുകൾ അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാനായി അവനെ തന്നെ നോക്കി. അതിൽ നിന്നൊരു നുള്ളു എടുത്ത് അവളുടെ നെറുകയിലിട്ടതും ഭദ്ര കണ്ണ് നിറച്ചവനെ നോക്കി. എന്തു പറ്റി? എന്തിനാ കരയുന്നേ ഭദ്രേ? അവൻ്റെ മുഖത്ത് ഞൊടിയിടയിൽ ആദ്യം നിറഞ്ഞു. ഇത്രയും നേരം സന്തോഷത്തോടെ ഇരുന്നവളാണ്. പെട്ടെന്ന് എന്തു പറ്റി? താൻ ചെയ്തതെന്തെങ്കിലും അവളെ വേദനിപ്പിച്ചോ? അവന് ഹൃദയഭാരം തോന്നി. ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാൻ പറയാതെ തന്നെ ശിവേട്ടൻ ഇപ്പോൾ ചെയ്തത്. സത്യം പറഞ്ഞാൽ സന്തോഷം കണ്ടാ കരഞ്ഞത്. എത്ര ദിവസമായി ഞാൻ ഈ കാര്യം തന്നെ ചിന്തിക്കുന്നെന്നോ. ഞാൻ പറയാതെ എൻ്റെ മനസ്സറിഞ്ഞതുപോലെ ഇപ്പോൾ ചെയ്തു തന്നില്ലേ? എന്നെപ്പോലെ തന്നെ ഓരോ പെണ്ണും ആഗ്രഹിക്കുന്നതാണ് ഭർത്താവിൻ്റെ കൈകൊണ്ട് ഇങ്ങനൊരു കാര്യം.
ഭദ്ര നിറകണ്ണുകളോടെ പറഞ്ഞതും ശിവൻ അവളെ ചേർത്ത് പിടിച്ചു ഒരിക്കൽ കൂടി. ഇനിയെന്നും അവൾ തനിക്ക് പൂർണ്ണമായും സ്വന്തമാണെന്ന് പറയാതെ പറയും പോലെ.